പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ശക്തരായി കർത്താവിന് വേണ്ടി നിൽക്കണം. അത് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളാണ് ഇനിയും ഈ വചനം ലോകത്തിന് കൈമാറാനുള്ളത്. ദൈവം നിങ്ങളെയാണ് കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിളിച്ചത് കമ്പ്യൂട്ടറിൻ്റെ കീഴിലിരുന്ന് ജോലി ചെയ്യാനല്ല, ജോലി ചെയ്യേണ്ടെന്നല്ല. 24 മണിക്കൂറും കമ്പ്യൂട്ടറിൽ കുത്തി ജോലി ചെയ്ത് കുറേ കാശ് കിട്ടി എന്തോ എടുക്കാനാ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ജോലി ചെയ്തു, കഷ്ടപ്പെട്ടു, കുറേ കാശുണ്ടാക്കി, എല്ലാം നമ്മൾ തിന്നുവോന്ന് ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ വിളിച്ചത് ഈ ദൈവത്തെ ആരാധിക്കാനാണ്, ഈ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താനാണ്, ഈ ദൈവത്തെ ലോകത്തിന് മുമ്പിൽ നമ്മൾ കൊടുക്കാനാണ്. ഹല്ലേലൂയ. അതിന് ഞാനേ ഉള്ളൂ, അതിന് നിങ്ങളേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ നമ്മുടെ ഈ ഡ്യൂട്ടിയിൽ പരാജയപ്പെട്ടാൽ നമ്മളെക്കാട് ശക്തന്മാരെ ദൈവം വേറെ എഴുന്നേൽപ്പിക്കും. ഈ പട്ടണത്തിൻ്റെ ഉണർവിന് വേണ്ടി ഞാനും നിങ്ങളും നിന്നില്ലെങ്കിൽ ഉഴപ്പിയും ഉറങ്ങിയും മയങ്ങിയും ഒരു ജീവിതം കഴിച്ചു കൂട്ടാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. കർത്താവിന് വേണ്ടി അധ്വാനിക്കാനാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്, കർത്താവിന് വേണ്ടി മാതൃകയോടെ ജീവിക്കാനാണ്, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം ഇതിനകത്ത് എന്ത് വില കൊടുത്ത് വന്നിരിക്കുന്നവരുണ്ടെന്നറിയാമോ? വില കൊടുത്ത് ഇതിനകത്ത് വന്നിരിക്കുന്നവരുണ്ട്. സ്തോത്രം. വീട്ടിൽ നിന്ന് പേരും പറയുന്നില്ല, വീട്ടിൽ നിന്ന് കടയിൽ പോകുന്നു എന്ന് പറഞ്ഞ് സാധനം മേടിക്കാൻ പോയിട്ട് ഇവിടെ ആരാധിക്കാൻ വന്നിരിക്കുന്നവരുണ്ട്. മാർക്കറ്റ് മീൻ വാങ്ങിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ആരാധിക്കുന്നവരുണ്ട്. നിങ്ങളെ ആരൊക്കെയോ ഉന്തിത്തള്ളി ഇവിടെ പറഞ്ഞു വിട്ടതല്ലേ? ആണോ അല്ലയോ എന്ന് ഇന്നൊരാളോ നിന്ന് പൊട്ടിക്കരഞ്ഞു, മാസ്റ്റർ മാർക്കറ്റിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. ഇവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. മാസ്റ്റർ തിരിച്ചു ചെല്ലുമ്പോൾ എന്താണെന്നറിയില്ല, ഫോൺ ചെയ്യും ഇടയ്ക്ക്, ഞാൻ എടുക്കത്തില്ല. മാർക്കറ്റിൽ പോകുന്നെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വന്നിരുന്ന് ആരാധിക്കുന്ന സ്ഥലമായത്, കൊതിച്ചു വന്ന് ആരാധിക്കുന്ന സ്ഥലം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഭർത്താവ് കൂടില്ല, മക്കൾ കൂടില്ല, പോയെന്നറിഞ്ഞാൽ അടിച്ച് താഴെയിടുന്ന അനുഭവത്തിൽ നിന്ന് ഇവിടെ വന്നിരുന്ന് കണ്ണുനീരോടെ ദൈവത്തെ ആരാധിക്കുമ്പം ആ ദൈവസന്നിധി വന്നിരുന്ന് വായി നോക്കിയിരുന്നിട്ട് പോവുക. നോ നോ നോ, നെവർ ഹാപ്പൻ. അത് സംഭവിക്കില്ല. നിങ്ങൾക്ക് ദൈവം തന്ന അവസരമായത്. ഈ ദൈവത്തെ ആരാധിക്കാൻ, ഈ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരായുസ്സിൽ അവസരം കിട്ടിയാൽ അത് നീ ഏറ്റെടുത്തോണം. സ്തോത്രം. കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി നീ സർവീസ് ചെയ്തതിനേക്കാൾ, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സർവീസ് ചെയ്തതിനേക്കാൾ, അമേരിക്കൻ ഗവൺമെന്റിന് വേണ്ടി സർവീസ് ചെയ്തതിനേക്കാൾ എൻ്റെ കർത്താവിൻ്റെ സർവീസാണ് വലുത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. അത് വിശ്വസിച്ചത് കൊണ്ടും അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അല്ലാതെ വേറെ പണിയില്ലാഞ്ഞിട്ട് ഇറങ്ങിയതല്ല. ഏറ്റവും വലുതാണെന്ന് കണ്ടിട്ട എൻ്റെ ദൈവമാണ് വലുത്. ഈ ലോകത്തിൽ എന്തിനേക്കാൾ വലുത് എൻ്റെ ദൈവം.